ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ മണ്ണിടിപ്പ് കാരണം നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ചളിവെള്ളം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാരണം എന്താ പറയുക ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് അത്ര മാത്രം കേട്ടോ. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയറ്റോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപാട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെക്കും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എടുത്ത് വെക്കുന്ന വെള്ളമാണ്. പിന്നെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ നൈറ്റ് കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് മേലെ നിന്ന് താഴെ വരണമല്ലോ. അപ്പോൾ തന്നെ ബ്രഷൊക്കെ ചെയ്ത് വെള്ളം കുടിക്കണം. അപ്പോൾ അതുകൊണ്ട് നൈറ്റേ എടുത്ത് കൊണ്ടുപോകും. ഇവിടുന്ന് ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്ര വെള്ളം കുടിച്ചിരുന്നു. ചില ദിവസം ഞാൻ പകുതിയോളം കുടിക്കും കേട്ടോ. വെള്ളം കുടിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. മാക്സിമം എന്തായാലും ഒരു 2 ബോട്ടിലെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഒരു ഡേയിൽ. അപ്പോൾ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ചായ അങ്ങനത്തെ ഒന്നും കുടിക്കാറില്ല കേട്ടോ. കാരണം ചായ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാലും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ തോന്നിയാൽ മാത്രം ചായ കുടിക്കണം നമുക്ക് തോന്നില്ല. ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശ എടുത്തോട്ടെ, 2 ദോശയും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അടുത്തത്. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലി, ദോശ, പുട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ കറി പറയുകയാണെങ്കിൽ ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ചെറുപയർ, കടല, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒക്കെ ഇൻക്ലൂഡ് ആക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ മീൻ പുളിയിട്ട അങ്ങനെയൊക്കെ ദോശയോടൊക്കെ കൂടെ എനിക്ക് മീൻ പുളിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാൽ കുടിക്കൂലേ, പാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ ചായ അങ്ങനെ കുടിക്കാറില്ലല്ലോ. അപ്പോൾ പാൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാറുണ്ട്. പാൽ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇൻക്ലൂഡ് ആക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഫുഡിന് എന്താ പറയുക, നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിന് മുന്നേ ആയിട്ട് ഒരു പഴം കഴിക്കും. പഴം എന്ന് പറയുന്നത് റോബസ്റ്റ് പഴമാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ റോബസ്റ്റ് പഴമാണ് കേട്ടോ കഴിക്കാറുള്ളത്. പിന്നെന്താ മറ്റുള്ള നേന്ത്രപ്പഴം അങ്ങനെയൊന്നും എനിക്ക് ഇടയ്ക്ക് മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റാറുള്ളൂ. ഇത് വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്തോ നമുക്ക് ഈ ഒരു സമയത്ത് ഓരോരോ താല്പര്യങ്ങളില്ലേ. മുന്നേ ആണെങ്കിൽ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഫ്രൂട്ട്സിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഗൈസ് അമ്മമ്മ പിന്നെ എനിക്കൊരു പഴം എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നല്ല മഴയായിരിക്കും ഇന്നും വൈകുന്നേരം വരെ. പക്ഷെ നല്ല കാറ്റും വെയിലൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന്. നല്ല രസമുണ്ട്. ഇതാ പിന്നെ എൻ്റെ പൂച്ചക്കുട്ടി വരുന്നു ഗൈസ്. ഞാൻ വന്ന സമയത്തിൽ ഏടി കാണാനില്ല. അന്നിപ്പോൾ മൈൻഡാക്കുന്നൊന്നുമില്ല ആള്. അവിടെ എന്താ പോകുന്നു. അന്നിപ്പോൾ വലിയ മൈൻഡാക്കുന്നൊന്നുമില്ല. സാധാരണ എന്നെ നോക്കി കരയുന്നത് എന്നെ കണ്ട ഓടി വരും. അപ്പം ഈ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ചോറ് കഴിക്കണം കേട്ടോ. ഇപ്പോൾ സമയം 1:30 ആയി. ഇനി ഒരു 2 മണിയാകുമ്പോൾ അങ്ങനെയാകുമ്പം ചോറ് തന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഉച്ചക്കത്തെ ഫുഡിന് എന്താണെന്ന് വെച്ചാൽ കായ്ക്കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുട്ട വറവ് ഉണ്ടായിരുന്നു, പിന്നെ തവരത്തോരൻ, മുട്ട മറ്റേ ചുട്ടതാണ് കേട്ടോ. പണ്ടൊക്കെ ഇല്ലേ മുട്ട ചുട്ടതും, പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി വറവൊക്കെ, അങ്ങനെ ഒരു കൊതി തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡിന് എന്താ വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ, ഈ ഒരു 5th മന്ത് സ്റ്റാർട്ട് ആയപ്പോഴാണ് കേട്ടോ. അല്ലാതെ മുന്നേ ഒന്നും എനിക്ക് അങ്ങനെ എല്ലാ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ചോറൊക്കെ കുറച്ച് മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് മറ്റേ ഈ ചെറുപയർ, പിന്നെ അതുപോലെ തന്നെ മമ്പയർ, മുട്ട, ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇടയ്ക്ക് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം പിന്നെ അതുപോലെ തന്നെ പാൽ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് പാൽ ഇഷ്ടമല്ലാത്തവർക്ക് തൈര് കുടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ തൈര് ചോറിൻ്റെ കൂടി കഴിക്കും. മുന്നേ ഒക്കെ ആണെങ്കിൽ എനിക്കൊന്നൊരു 4 months വരെയൊക്കെ എനിക്ക് ഞാൻ കൂടുതലും തൈരൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക. കാരണം എനിക്കങ്ങനെ മറ്റേ അങ്ങനെ മീനൊന്നും എനിക്ക് ഒട്ടും പിടിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ തൈരിലും മോരിലൊക്കെ നമ്മുടെ കാന്താരിയും ഉപ്പും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കഴിച്ചിരുന്നത്.
അപ്പോൾ കേസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പുഴുക്കുണ്ടാക്കി കഴിക്കാമെന്ന് കേട്ടോ. പുഴുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴെല്ലാം മുന്നേ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം പുഴുക്കുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് വിശക്കും കേട്ടോ. അപ്പം രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് മഴയായിരിക്കുന്നു. പക്ഷേ അതിന് ശേഷം മഴയേ ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ, ഇരുണ്ട് പിടിച്ചിട്ടുള്ള മഴ വന്നിന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വെയിലായി. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഓണത്തിൻ്റെയൊക്കെ ഒരു വൈബില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. നല്ലൊരു കാറ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇന്ന് അങ്ങനെ മഴയില്ല. പിന്നെന്താ, ഇനിയിപ്പം പുഴുക്കുണ്ടാക്കി കഴിക്കണം ഗൈസ്. പിന്നെ എൻ്റെ ക്ലിപ്പ് ടൈറ്റാക്കിയിട്ട് ശരിക്കും എനിക്കൊന്നൊരു 5 months എങ്ങാനായി കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. കവളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്യണം പോയിട്ട്, അതാണ്. പക്ഷെ എനിക്ക് മടിയാണ് ഗൈസ്. ഇപ്പോൾ കുറേ ആയില്ലേ പോവാത്ത, അപ്പോൾ എനിക്ക് ഭയങ്കര മടി. അനക്കെന്തോ അപ്പം ഇനിയിപ്പം ക്ലിപ്പ് ടൈറ്റ് ചെയ്യാനൊക്കെ പോകണം ഗൈസ്. അങ്ങനെ നമ്മുടെ പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പുഴുക്ക് ഞാൻ പച്ചക്കായും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കടലയും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒതുക്കാതെ തേങ്ങ ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞാനും അമ്മമ്മയും കൂടി പുഴുക്ക് കഴിച്ചു ഗൈസ്. അപ്പോൾ പുഴുക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ചക്കപ്പുഴുക്ക്, പിന്നെ എന്താ ചേമ്പില്ലേ, ചേമ്പ്. പക്ഷെ ചേമ്പൊന്നും ഇപ്പം ഈ ഒരു സീസണിൽ കിട്ടാനില്ല. പിന്നെ അതുപോലെ തന്നെ കപ്പ, മധുരക്കിഴങ്ങില്ല, അതാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ ചേമ്പ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചേമ്പ് ഇപ്പം കിട്ടാനേ ഇല്ല. ചേമ്പും പിന്നെ നമ്മുടെ കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ പുഴുക്കൊക്കെ കഴിച്ചതിന് ശേഷം വയറ് ഫുള്ളായി കേട്ടോ. ഒട്ടും വിശപ്പില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 മണിയാകുമ്പോൾ അങ്ങനെയാണ് ഞാൻ പുഴുക്ക് കഴിച്ചത്. അപ്പം അമ്മയാണെങ്കിൽ വരുമ്പോൾ മസാല ദോശയും കൂടി കൊണ്ടുവന്നു കേട്ടോ. മസാല ദോശ എനിക്ക് ഫുള്ള് കഴിക്കാനേ പറ്റിയില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വയറ് ഫുള്ളായത് കാരണം എനിക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ സീരിയലൊക്കെ കണ്ട് മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ രാത്രി അവസാനത്തെ ഫുഡാണ് കേട്ടോ ഇന്നത്തേത്. ഞാൻ പൊതുവേ അതുപോലെ തന്നെ നമുക്ക് അംഗനവാടിയിൽ നിന്ന് റവയൊക്കെ കിട്ടിയില്ല, അതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ നൈറ്റ്. അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ, ഈ 5th month ആകുമ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ മസാല ദോശ കഴിച്ചു. പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. രാവിലെയും അതുപോലെ തന്നെ രാത്രിയും മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒട്ടും മഴയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.